കേട്ടോ മക്കളെ. ഇന്നത്തെ സ്പെഷ്യൽ കണ്ടോളി മക്കളെ. പൊറാട്ടയാണ് മക്കളെ. പൊറാട്ടയുടെ കൂടെ ബീഫ് ഫ്രൈ ആണ്. ഇതാ കബ്സ. ഇത് നമ്മുടെ പൊങ്കൽ. ഇന്നത്തെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പൊറോട്ട നന്നായിട്ട് മൈദ എടുത്ത് കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് കുഴച്ച് മൈദ ഉരുട്ടി വെക്കുക. നന്നായിട്ട് മൈദ ഉരുട്ടി വെച്ചതിന് ശേഷം ചെറിയ ബോളാക്കിയിട്ട് മൈദ എടുത്ത് വെക്കുക. റോളാക്കിയിട്ട് സൈഡിൽ വെക്കുക. സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കുന്നതാണ്. മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അങ്ങനെയാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്ന സംഭവം. മനസ്സിലായോ? പിന്നെ ഈ ഇറച്ചി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോത്തിനെ വാങ്ങണം. പോത്തിനെ വാങ്ങിയിട്ട് നിങ്ങൾ ആ പോത്തിനെ അറക്കണം. പോത്തിനെ അറുത്തതിന് ശേഷം പോത്തിൻ്റെ തൊലി ഉയരി അതിൽ നിന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം. അങ്ങനെയാണ് പോത്തിൻ്റെ ഇറച്ചി ഉണ്ടാകുന്നത്. അങ്ങനെയൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായോ? എന്നിട്ടത് വീട്ടിൽ കൊടുത്തിട്ട് എവിടുന്നാണ് അത് കിട്ടുന്നത് അവിടെ പോയി വാങ്ങിയിട്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ബാക്കിയൊക്കെ അമ്മച്ചിനോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക എന്നിട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കുക. അത് എനിക്കറിയാം. പിന്നെ ഇത് കബ്സ എന്ന് പറഞ്ഞ സംഭവം ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വെക്കുക. വെള്ളത്തിൽ കയ്യിലിടുക. കേൾക്കണ്ട നിങ്ങൾക്ക് മനസ്സിലാകണ്ട വല്ലതോ. നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറയണല്ലത്, തിരിയാതെക്കാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പം കുറച്ച് വെള്ളത്തിൽ കയറിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അരി വെന്തെന്ന് പറഞ്ഞാൽ അരി എടുത്ത് വെക്കുക. അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് കേൾക്കണം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്കൽ എന്ന് പറഞ്ഞ സംഭവമാണിത്. ഇതൊരു വെറൈറ്റിയാണ് സാധനം. അത് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നതാണ്. തമിഴ്നാട് സ്വദേശി ഇപ്പോൾ റൂമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ആ സംഭവം പൊങ്കൽ എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിലും അധികം എനിക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടം എൻ്റെ പൊറോട്ട. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ എല്ലാവരോടും നൂറാജിൻ്റെ സ്പെഷ്യലാണ്. ഞാൻ അങ്ങനെ ഫുഡൊന്നും ഷെയർ ചെയ്യലില്ല. ജസ്റ്റ് ഒന്ന് എടുത്തു. ഓക്കെ. അസ്സലാമു അലൈക്കും. എല്ലാവരോടും സ്നേഹം മാത്രം.